ചാനൽ. ദിസ് ഈസ് മീ അലീന. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കാത്തിരുന്ന ഒരു ഹോസ്റ്റൽ ടൂർ ആട്ടോ. അപ്പൊ ഈ പുറകെ കാണുന്ന കേട്ടോ എന്റെ ഹോസ്റ്റൽ. അപ്പൊ ബാക്കിയുള്ള വിശേഷം നമുക്ക് അന്നേരം കാണാം ഗൈസ്. അപ്പോ എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഇത് നേരത്തെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അന്നേരം പിള്ളേരെല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ചെയ്യുമ്പോൾ എല്ലാവരും കാണൂലോ. എനിക്കതുകൊണ്ട് നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് ഇതേ വന്നുള്ളൂ. അപ്പോൾ ഇപ്പം എല്ലാവരും ക്ലാസ്സിൽ പോയി കാണും കൊച്ചുങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നൈറ്റ് കഴിഞ്ഞിട്ട് ഓടി വന്ന് ഡ്രസ്സ് മാറി ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. ബാക്കി വിശേഷങ്ങൾ അന്നേരം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാനങ്ങ് വിചാരിച്ചത്. അതാണ് ഞങ്ങളുടെ മെയിൻ ഗേറ്റ്. അപ്പോൾ കണ്ടോ, ഇതാട്ടോ ഇത് ഈ കാണുന്നതാട്ടോ ഞങ്ങളുടെ മെസ്സ്. മെസ്സിട്ടൊന്നും കയറാൻ പെർമിഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല വീഡിയോ വെച്ചുകൊണ്ട്. കാരണം അവിടെ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ടാണ്, വേറൊരു റീസണും കൊണ്ടല്ല. അപ്പോൾ ഇതേ ഫുഡ് കൊണ്ടുവരുന്ന വണ്ടി ആട്ടോ ഇതേ കാണാൻ. ഇതൊക്കെ ഇങ്ങനെ കുറേ ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇതേ ഞങ്ങളുടെ ഗോദാവരി ഹോസ്റ്റലിട്ട് ഇതേ അതിന്റെ മുന്നിലാട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാട്ടോ ഗൈസ് ഞങ്ങളുടെ ഗോദാവരി ഹോസ്റ്റൽ. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇവിടെ വന്നപ്പോ ഇവിടെ ഇല്ലേ ഈ ഡെസ്കിന്റെ ഇവിടെ വെച്ചാണ് ഞങ്ങൾ സൈനൊക്കെ ചെയ്ത് അകത്തേട്ട് കയറിയത്. എല്ലാവർക്കും ഇതൊരു ഓർമ്മയുണ്ടാവും ഞങ്ങളെല്ലാവർക്കും. അപ്പോ ഫസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഇയർ ഇവിടെയാട്ടോ. ഇവിടെ ഫുള്ളും തുണിയുടെ ഒക്കെ ഇതാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യല്ലേ. കാരണം എല്ലാ ഹോസ്റ്റലിലും ഇത് തന്നെയാട്ടോ അവസ്ഥ ഞങ്ങളുടെ. അപ്പോ ഇതാണ് ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. ഫസ്റ്റ് ഇയേഴ്സിന് മാത്രം സെപ്പറേറ്റ് ഹോസ്റ്റലാട്ടോ. അത് എവിടെയായാലും അങ്ങനെയായിരിക്കും. കാരണം ഈ റാഗിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, റാഗിങ് ഒന്നും ഇല്ല ഇവിടെ, പക്ഷെ റാഗിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെയൊക്കെ തുണി കിടക്കോട്ടോ അങ്ങോട്ട് ഗൈസ് കാണിക്കാത്ത. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു ഹോസ്റ്റലായിരുന്നു കേട്ടോ ഇത്. ശരിക്കും മിസ് ചെയ്യണ്ട് ഞങ്ങൾ. ഇവിടെയാണ് ഒത്തിരി ഓർമ്മകൾ. പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ എഞ്ചിനീയറിംഗുകാരും വേറെ ഡിപ്പാർട്ട്മെന്റുകാരുടെ റൂംസ് ആട്ടോ. ഞങ്ങളുടെ ഏറ്റവും മേളിലാണ്. ഇത് ഒരു 3 നില ബിൽഡിംഗ് ആട്ടോ. ഇത് കണ്ടോ, 3 നിലയിലെ ഏറ്റവും 3rd ഫ്ലോറിലായിരുന്നു ഞങ്ങള്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും എന്ന് വെച്ചാൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ തുണിയാണ്. ഇവിടെ ഫിൽറ്റർ ഒക്കെ ഉണ്ട്. എല്ലാ ഹോസ്റ്റലിലും വൈഫൈ ഒക്കെ ഉണ്ട് ഗൈസ്. ഈ ഹോസ്റ്റലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഇയർ തുടക്കം വന്നപ്പോ ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത ഹോസ്റ്റലാട്ടോ ഇത്. ഭയങ്കര സത്യം പറയാലോ, ഇത് കണ്ടപ്പോ ശരിക്കും ഞാനൊക്കെ എന്തോരം കരഞ്ഞതാന്നറിയോട്ടോ. ശരിക്കും തുടക്കം വന്നപ്പോ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഓരോ ലീവ് പോയിട്ട് വന്നപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കരച്ചിലുണ്ടായില്ല. മനസ്സിലൊരു വിഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ഇയറിൽ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം പുതിയ സ്ഥലം, പുതിയ ആൾക്കാര്, അങ്ങനെയൊക്കെ അല്ലായിരുന്നു. അപ്പൊ പക്ഷെ ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ഒരു വർഷം ഞങ്ങൾ ഇവിടെ നിന്നെങ്കിലും ഭയങ്കര ഓർമ്മകളൊക്കെ നൽകിയതാണ്. എന്റെ റൂം എന്ന് പറഞ്ഞാൽ 3rd ഫ്ലോർ ആയിരുന്നു. ഇവിടെ നന്നായി നല്ല സ്പേസ് ഉള്ള ബാൽക്കണി ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എന്തോരം റിയൽസ് എടുത്തതെന്നറിയോ. ഭയങ്കര റിയൽസ് എടുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെന്താ 2-3 മണിയൊക്കെ വരെ ഇങ്ങനെ വരാതേക്കടെ നടപ്പും. അത് കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ആ സ്പേസിൽ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒട്ടും സ്പേസ് ഇല്ലാത്തതാണ്. ബാൽക്കണി പോലും ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശാല കണ്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് എന്തോ 3-4 മണി വരെ ഞാൻ ഇതികൂടെ നടക്കും. ഞങ്ങൾ എല്ലാവരും വർത്താനം വന്ന സ്റ്റെപ്പിലിരിക്കണം. കുറെ ഓർമ്മകളുണ്ട്. എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിള്ളേർക്ക് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. ശരിക്കും ഈ ഗോദാവരി ഹോസ്റ്റൽ ശരിക്കും ഞങ്ങൾ മിസ് ചെയ്യണ്ട. എന്റെ റൂം എന്ന് പറഞ്ഞാൽ 3rd ഫ്ലോറില് റൂം നമ്പർ 25 ആട്ടോ. അപ്പോ ഞങ്ങൾ 5 പേരായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ 5 പേര് തന്നെയാണ് ഇപ്പോഴത്തെ എന്റെ റൂമിലും. അപ്പോ സത്യം പറയാലോ, എല്ലാ ലീവിന് പോയിട്ട് വരുമ്പോഴും എനിക്കൊരു കരച്ചിലുണ്ടായിരുന്നു. കാരണം നമ്മള് വീട് വിട്ട് മാറി നിൽക്കുന്ന ഒരു ഇതാലോ. വീട് വിട്ട് മാറി വേറൊരു സ്ഥലം, വേറെ ആൾക്കാര് അല്ലേ. അപ്പൊ ഭയങ്കര കരച്ചിലുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ഫുള്ളും. സെക്കൻഡ് ഇയറും 3rd ഇയറും 4th ഇയറും കരയാനായിട്ട് ആ ഒരു ഇതില്ല. കാരണം ഫസ്റ്റ് ഇയർ നമ്മൾ അത്യാവശ്യം ആ ഒരു ഇതില് വന്നു കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഇയറിലാണ് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക്. എന്നാലും ഇപ്പൊ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ സങ്കടമുണ്ട്. എന്നാലും ഫസ്റ്റ് ഇയറിന് അത്ര ഇല്ല. അപ്പൊ ഇതിനെപ്പറ്റി എന്താ പറയാ, ഒത്തിരി ഓർമ്മകളും കുറെ ആൾക്കാരെ പരിചയപ്പെടാനും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് മാത്രമുള്ള ഒരു ഹോസ്റ്റലാണ്.
ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറില് നേഴ്സിംഗ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, ബയോമെഡിക്കൽ ഉണ്ട്, പിന്നെ എന്തുവാ ഏവിയേഷൻ ഉണ്ട്, പിന്നെ എന്താ ഹോമിയോ ഉണ്ട്, എല്ലാം ഉള്ള ഒരു ഹോസ്റ്റലാണ് ഇത്. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ, ഞാൻ തന്നെ എഞ്ചിനീയറിംഗിലെ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു, എല്ലാവരുമായിട്ട് ഫ്രണ്ട്സായി. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനൊക്കെ കിട്ടും. അപ്പൊ നല്ലൊരു ഹോസ്റ്റലായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ഗ്രില്ലൊക്കെ വെച്ചത്. നേരത്തെ ഗ്രില്ലൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ ആ സൈഡിലൊക്കെ പോയി ഇരിപ്പായിരുന്നു. നല്ല നല്ല വൈബുള്ളൊരു ഹോസ്റ്റലായിരുന്നു. സത്യം പറയല്ലോ, വൈബുള്ള ഹോസ്റ്റലായിരുന്നു. ഞങ്ങൾ കാണിച്ചു തരും, പക്ഷെ കാണിച്ചു തരാം ഇവിടെ ഫുള്ളും തുണിയാട്ടോ ഗൈസ്. അതൊന്നും നിങ്ങളൊന്നും മൈൻഡ് ചെയ്യല്ലേ, കാരണം ഫുൾ തുണിയാണ്. പിന്നെ ഇവിടെ പിള്ളേരെല്ലാരും കോളേജിൽ പോയ ഒരു മെയിൻ കാര്യം കാണിച്ചു തരാൻ മറന്നു കേട്ടോ, വേറെ ഒന്നും അല്ല കേട്ടോ, ഞങ്ങളുടെ ജിമ്മ്. അത് ഫസ്റ്റ് ഇയറിന്റെ ഗോദാവരി ഹോസ്റ്റലിലാട്ടോ. അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞങ്ങൾ പോകാത്ത. ചന്ദ്രിക നറു ചാന്തു ചാത്തും മുല്ലമുറ്റവും രാമനാഥ ഗീതം കേക്കും സാന്ധ്യദീപവും തൊഴുകൈ കിണ്ടിയാലേ കഴുകും കാൽ തണുപ്പും കിളിയായി പാട്ടുപാടും കവിതൻ വീണ വായ്പും നൽകഥകളിൽ മയങ്ങി കവിതയിൽ ഉണർന്ന കനവുകൾ. ഗൈസ്, അപ്പൊ ഗോദാവരിയിലാട്ടോ നമ്മുടെ സ്റ്റോർ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് ഞങ്ങള് ഫുഡൊക്കെ ഒരു 5 മണി 5:30 ആകുമ്പോഴേക്ക് ഇവിടെ അസംബിൾ ആവും എല്ലാരും. എന്നിട്ട് ഇന്ന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടോ എന്നൊക്കെ നോക്കും. അപ്പൊ ഇന്ന് ഇവിടെ ഇപ്പൊ പൂട്ടിയേക്കാണ്. ഈവനിങ് 5:30 or 5 o'clock ആവുമ്പോഴാണ് ഇത് ഓപ്പൺ ആക്കുന്നത്. അത്യാവശ്യം സ്നാക്സ് നമുക്ക് തിന്നാൻ പറ്റിയ സ്നാക്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ നമ്മുടെ അത്യാവശ്യം പേപ്പർ അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഞങ്ങളുടെ ഗോദാവരിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റോർ. അപ്പൊ എല്ലാരും കൂടി ഗംഗയിലാണ് ഇപ്പൊ ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് ഗോദാവരിയിട്ട് വന്ന് ഇവിടെ പോയി സ്നാക്സ് കഴിക്കും. അത് മെയിൻ ആട്ടോ ഞങ്ങളുടെ ഗോദാവരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു മരം, എന്റെ പൊന്നെ, ഈ ഒരു മരച്ചോട് ശരിക്കും മിസ് ചെയ്യണ്ട കേട്ടോ. കാരണം ഇവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ എല്ലാവരും ചായ കുടിക്കാൻ വരുമ്പോൾ എല്ലാവരും കപ്പും കൊണ്ട് ഇവിടെ വരും. അല്ലെങ്കിൽ എക്സാമിന്റെ ടൈം ആയാലും ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നാട്ടോ എക്സാമിന് പഠിക്കുന്നൊക്കെ. നല്ല നല്ല തണലും ഇവിടെ ഒരു നല്ല അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളി ആയതുകൊണ്ട് നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് എക്സാമിനായാലും പഠിത്തമൊക്കെ എൻ്റെ ഇവിടെ വന്നിട്ടായിരുന്നു. ചായ കുടിക്കാനായാലും എല്ലാവരും ഈ മരച്ചോട്ടിന് ഫുള്ളും അസംബിളായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ റീൽസ് എടുക്കാൻ നല്ല സ്പോട്ടായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ മരത്തിന്റെ അവിടെ ഞാൻ റീൽസ് എടുക്കുന്ന സ്പോട്ടായിരുന്നു. ഇവിടെയും റീൽസ് എടുക്കുന്ന സ്പോട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ശരിക്കും ഞങ്ങൾ ഈ ഗോദാവരിയിൽ നിന്ന് വന്നപ്പോ മിസ് ചെയ്യുന്നുണ്ട്. ഈ മരച്ചോടിന് എന്തോരം കഥകൾ പറയാനുണ്ടാവില്ലേ. ശരിക്കും ഇതൊരു മുത്തശ്ശിമാരമായി. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ഈ ഇല ഫുള്ളും ചാടി പോട്ട്. അതിന് ഒരു 2-3 ദിവസം നോക്കി കഴിയുമ്പോഴേക്കും വെക്കം ഫുള്ള് ഇലയാവും. അതെന്താന്ന് എനിക്ക് ഇത്ര മനസ്സിലായിട്ടില്ല. നല്ല പച്ചപ്പുള്ള ഇലകളൊക്കെയാണ്. നല്ല സുഖം ഇവിടെ ഇരിക്കാൻ, ഭയങ്കര നല്ല കാറ്റുമൊക്കെ അടിപൊളിയാ. മുത്തശ്ശി ആയി മരം, പണ്ടത്തെ മുത്തശ്ശി കഥയിലൊക്കെ മരം മാതിരി. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ എല്ലാം മിസ് ചെയ്യൂലേ, അതങ്ങനെയാ. ഉള്ളപ്പോ അതിന്റെ ഒന്നും വില മനസ്സിലാവത്തില്ല. നമുക്കൊന്ന് അടുത്ത സ്പോട്ടിട്ട് പോയാലും. ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നെക്സ്റ്റ് ഹോസ്റ്റൽ എന്ന് വെച്ചാൽ യമുന ഹോസ്റ്റലാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവിയേഷൻകാരും എഞ്ചിനീയറിംഗുകാരും ഹോമിയോക്കാരും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി ചേർന്നൊരു ഹോസ്റ്റലാണ്. ഇവിടെ മാമൊക്കെ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം. ചുമ്മാ ജസ്റ്റ് ഞാൻ ഫ്രണ്ടിൽ മാത്രം കാണിച്ചു തരും, കാരണം വേറെ ആൾക്കാരുടെ ഹോസ്റ്റലല്ലേ. ഗൈസ്, ഇതാണ് യമുന ഹോസ്റ്റല്. ഞങ്ങൾ ഇടയ്ക്ക് അലക്കാൻ ഇവിടെയാണ് പോകണം. പക്ഷെ ഇവിടുത്തെ കല്ലൊരു രസമില്ല. അവിടെ കല്ലില്ല, ചുമ്മാ സിമെന്റ് വെച്ചേക്കണ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവിടെ നിന്ന് കല്ലില്ലെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് വരാറുള്ളൂ. ഗൈസ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇരിപ്പിടങ്ങൾ, ചായ കുടിക്കാൻ നേരത്തുള്ള ഇരിപ്പിടങ്ങൾ. ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ ആ മരത്തിന്റെ ചുവട്ടിലായിരുന്നു. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയർ ഫോർത്ത് ഇയറിലും ഇവിടെയാണ് ഞങ്ങളുടെ വാസസ്ഥലം. പിന്നെ ഇതാ കാണുന്ന കേട്ടോ, ഇതേ കാണുന്ന ബിൽഡിംഗ് ആണ് നേഴ്സസ്മാരുടെ അപ്പാർട്ട്മെന്റ്. NSും നേഴ്സസ്മാരുടെ അപ്പാർട്ട്മെന്റ് ആട്ടോ അത്. പിന്നെ ഇത് ഈ കാണുന്ന കേട്ടോ മെസ്സിന്റെ ഉള്ളിട്ട് ഇന്ന് കയറാൻ ഫോണും കണ്ട് അലോഡ് അല്ല. അപ്പോൾ ഞാൻ എന്നാലും ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ട്. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇപ്പൊ അവിടെ ഉച്ചത്തെ ഫുഡിന്റെ ഒരുക്കങ്ങൾ നടക്കുവാണ്, അതുകൊണ്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റത്തില്ല. അവിടെ ചേച്ചിമാർ ഉച്ചത്തെ ഫുഡ് എടുത്തു വെക്കുകയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ എന്താ വെള്ളമൊക്കെ.
യമുന ഹോസ്റ്റലിലാട്ടോ ഗൈസ് നമ്മുടെ ഇതെന്താ കാക്കയുടെ ഒച്ച യമുന ഹോസ്റ്റലിലാട്ടോ നമ്മുടെ CCTV ക്യാമറയുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തണ TV ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഹോസ്റ്റലിലും ക്യാമറയുണ്ട്. ഹോസ്റ്റലിൽ മാത്രമാണ് ക്യാമറ ഉള്ളത്. പിന്നെ അല്ലാതെ മെയിൻ ഗേറ്റിന്റെ അവിടെ എന്നുവെച്ചാൽ ആ ഗേറ്റിന്റെ അവിടെ ക്യാമറയുണ്ട്. ഹോസ്റ്റലിൽ ഉള്ളിയിട്ടൊന്നും ക്യാമറയില്ല. ഈ ഫ്രണ്ടിലെ പോർഷൻസിൽ ക്യാമറയുണ്ട്. പിന്നെ മെസ്സിൽ ക്യാമറയുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലത്ത് ക്യാമറയുണ്ട്. കാത്തുവയ്ക്കും സ്വപ്നത്തിൻ കരിമ്പു പൂക്കും കാലമായി വരുന്നുണ്ടു പാടുവാൻ വരൂ തിന്നലേ പൂത്തു നിൽക്കും പാടത്തെ വിരിപ്പു കൊയ്യാൻ നേരമായി കതിർക്കട്ടനുള്ളിയോ നീ ഇന്നലെ കൈവള ചാർത്തിയ കന്നി നിലാവിനു കൂടി കൊടുത്തൊരു രാത്രിയിൽ എന്നൊരിലഞ്ഞി മരത്ത. നെക്സ്റ്റ് ഹോസ്റ്റലാണ് അമരാവതി ഹോസ്റ്റലും പിന്നെ സരസ്വതി ഹോസ്റ്റലും. അമരാവതി ഹോസ്റ്റലിന് മേളിയിട്ടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മേളിയിട്ടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹോമിയോപ്പതിക്കാരാട്ടോ ഇവിടെ. അപ്പൊ ബാക്കിയുള്ള ഇനി അടുത്ത ഫസ്റ്റ് ഇയേഴ്സിനെയൊക്കെ താമസിപ്പിക്കാൻ വേണ്ടി മേളിയിട്ടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സെറ്റപ്പ് ഹോസ്റ്റലാട്ടോ. അതിന്റെ ഉള്ളിൽ ഇപ്പൊ പണി കിടക്കണോണ്ട് ഞാൻ അതിന്റെ ഉള്ളിട്ട് ജസ്റ്റ് കാണിച്ചു തന്നേക്കാം. മേളിയിട്ടൊന്നും പോകാൻ പറ്റില്ല, പണി നടക്കുവാണ് ഇവിടെ ഫുള്ളും. പിന്നെ സരസ്വതി ഹോസ്റ്റലിൽ നമ്മുടെ കുറച്ച് പിള്ളേരുണ്ട് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാ ഹോസ്റ്റലിലും കോമൺ ആയിട്ട് ഇത് ഇങ്ങനെ ഒരു മെയിൻ ഫ്രണ്ടിൽ തന്നെ ഒരു ഫിൽറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ടൈപ്പ് വെള്ളവും കിട്ടും. എല്ലാവർക്കും അറിയാലോ, ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചൂടുവെള്ളം, തണുത്ത വെള്ളം, നോർമൽ വെള്ളം എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ ഇവിടെയൊക്കെ തുണികൾ കിടക്കോട്ടോ ഗൈസ്. എല്ലാ ഹോസ്റ്റലിലും വൈഫൈയും. പിന്നെ ഗൈസ് ഓമയ്ക്ക കണ്ടോ ഗൈസ്, ഞങ്ങളുടെ കപ്പളങ്ങ. അപ്പോ നമുക്ക് ഇനി പോണ്ടത് അലക്ക് കല്ലിട്ടാണ്. പണ്ട് ഇവിടെ അലക്ക് കല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, സത്യം പറയാലോ. പണ്ട് ഇവിടെ അലക്ക് കല്ലൊന്നും ഉണ്ടായില്ല. ഇവിടെ ഫുള്ളും കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഈ ഒരു 2 വർഷമായിട്ട് ഇപ്പൊ ഇങ്ങനെയാണ്. ഇത് അലക്ക് കല്ലൊക്കെ പണിത് സെറ്റാക്കി, പൈപ്പൊക്കെ വെച്ച് സെറ്റാക്കി കേട്ടോ. പണ്ട് ഇവിടെ അലക്ക് കല്ലൊന്നും ഉണ്ടായില്ല. ഞങ്ങള് മറ്റേ യമുനയിലും ഗോദാവരിയിലൊക്കെ പോയാണ്. അതിന്റെ ഉള്ളിൽ അലക്ക് കല്ലുണ്ട്, അവിടെ പോയാണ് അലക്കാറ്. കണ്ട് ഇപ്പൊ 5-6 അലക്കലൊക്കെ വെച്ച് സെറ്റാക്കി. ഇപ്പൊ ഞങ്ങള് മിക്കപ്പോഴും ഇവിടെ താഴത്ത് വന്നാണ് കഴുകുന്നതൊക്കെ. ഇനി ഞാൻ പോണേ ഞങ്ങളിത് ഇപ്പൊ താമസിക്കുന്ന ഹോസ്റ്റലിട്ടാട്ടോ. കണ്ടടാ, ഗംഗ ഹോസ്റ്റലിട്ടാണ്. അപ്പൊ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ സാമ്രാജ്യം. അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം. ഇതാണ് മെയിൻ ആയിട്ട് കാണിച്ചു തരേണ്ടത്. ഗൈസ്, ഞങ്ങളുടെ താളി ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് താളിയൊക്കെ പറിച്ച് തലയിലൊക്കെ തേച്ച് കുളിക്കും. എൻ്റെ വീട്ടിൽ താളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഇത് കാണുമ്പോൾ എനിക്കൊരു ആക്രാന്താണ്. അതാട്ടോ ഗൈസ്, ഞങ്ങൾ തുണി അലക്കിയിട്ട് വിരിക്കാനുള്ളൊരു എല്ലാവർക്കും കോമൺ ആയിട്ട് വിരിക്കാനുള്ള സ്പോട്ടാട്ടോ. ഡ്രസ്സൊക്കെ വിരിക്കാനുള്ള കോമൺ ആയിട്ടുള്ള സ്പേസ് ആട്ടോ ഇത്. ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിലും ഡ്രസ്സ് വിരിക്കാനുള്ള സ്ഥലമുണ്ട്. അല്ലാതെ കോമൺ ആയിട്ട് വിരിക്കാനുള്ളതാണ് ഇത്. ഇതൊക്കെ ഞങ്ങളുടെ റിയൽ സ്പോട്ടാണ്. റിയൽസ് കാണുന്നവർക്ക് അറിയാം. അവങ്ങോടൊക്കെ ഫുള്ളും കാട് പിടിച്ച് കിടക്കോട്ടെ ഗൈസ്. ഫുള്ളും കണ്ടോ, അതൊക്കെ ഫുള്ളും കാട് പിടിച്ച് കിടക്കണം. അങ്ങോട്ടൊന്നും പോവാനേ പറ്റില്ല, കാരണം വല്ല പാമ്പും ഉണ്ടോ പഴുതാഴുണ്ടോന്നൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങോട്ടൊക്കെ ഫുള്ളും കാട് പിടിച്ച് കിടക്കണം. എല്ലാത്തിനും 3 നിലയാട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങള് ഈ പ്രാവശ്യം ഏറ്റവും 3rd നിലയിലാണ്, 3rd ഫ്ലോറിലാണ്. അപ്പൊ ഭയങ്കര ചൂടാട്ടോ. ഈ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ വലിയ ചൂടൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ 3rd ഫ്ലോർ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ചൂടായിരിക്കും. ഞങ്ങക്ക് നിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പൊ ഇവിടെ. തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പും, ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, അങ്ങനെയാട്ടോ. ക്യാമറ ഗൈസ്, ക്യാമറ എല്ലായിടത്തും ഇവിടെ ഫ്രണ്ടിൽ ക്യാമറയുണ്ട്. എല്ലാ ഹോസ്റ്റലിലും ഫിൽറ്ററും ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയിപ്പൊക്കെ ഉണ്ടെങ്കിൽ നോട്ടീസ് ബോർഡിൽ അവരിടും.
ഗൈസ്, അപ്പൊ ഇനി മെയിൻ ഉള്ള കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്റെ റൂം കണ്ടിട്ടില്ല, ആ റൂം കാണിക്കണം. അപ്പൊ ഹോസ്റ്റലും എല്ലാ സംഭവം കണ്ടു, റൂം കാണിക്കണം. ഇവിടെ ഫുള്ളും തുണിയാട്ടോ ഗൈസ്, അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. അപ്പൊ റൂമിന്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാരും കിടന്നുറങ്ങുവാണ്, നൈറ്റാണ്, എല്ലാവർക്കും കിടന്നുറങ്ങുമായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ റൂം കാണിച്ചു തരാം. റൂം ടൂർ വേറൊരു ദിവസം എന്തായാലും ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ, ചെയ്യണം കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞാൽ, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് എനിക്കൊരു മോട്ടിവേഷൻ ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ റൂം കാണിച്ചു തരാം. റൂം ടൂറ് അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എൻ്റെ റൂം കാണാൻ പോകും. ബാബാ ഗൈസ്. അപ്പം ഇതാട്ടോ എൻ്റെ റൂം നമ്പർ 24. ഞങ്ങൾ 5 പേരാട്ടോ. ഇതിൻ്റെ ഉള്ളിട്ട് കയറാൻ പറ്റില്ല, കാരണം എല്ലാവരും നൈറ്റ് ആയിട്ട് ഉറങ്ങുവാണ്. അപ്പോൾ ഇതാട്ടൊക്കെ എല്ലാവർക്കും സമാധാനമായാലും ഇതാണ് എൻ്റെ റൂം. അപ്പോൾ റൂം ടൂറ് വേറൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഹോസ്റ്റൽ ടൂർ ചെയ്യാനുള്ള വേറൊരു ഉദ്ദേശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ആഗസ്റ്റിൽ പഠിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ പാസ് ഔട്ട് ആവും. അപ്പൊ പാസ് ഔട്ട് ആവുമ്പോൾ നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മെമ്മറീസ് ആലോ, എന്താ പറയാ, ശരിക്കും പറയാലോ, ഇത് നമ്മൾ കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ശരിക്കും നല്ലൊരു മെമ്മറീസ് ആയിരിക്കും. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ അപ്പൊ ഈ ഹോസ്റ്റൽ ടൂർ എടുക്കാന്നും കൂടി വിചാരിച്ചേ. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും പുതിയ വീഡിയോസ്, പുതിയതായിട്ട് എന്തെങ്കിലും പുതിയ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഞാൻ പുതിയൊരു ന്യൂ യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് അധികം കാര്യങ്ങൾ അറിയാം. എന്ത് കൊതുക ഇവിടെ ഇരിക്കാൻ വയ്യ. ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ന്യൂ കണ്ടന്റ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇങ്ങനത്തെ ട്രൈ ചെയ്യൂ ചേച്ചി എന്ന് പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് പറ്റണമെന്ന് ഞാൻ ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. ശരിക്കും പറയാലോ, ഉറപ്പായിട്ടും ചെയ്യാം ഗൈസ്. അപ്പോ ഇത്ര ഉള്ള വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ശുഭദിനം.